അപ്പോൾ വൈജയന്തി പറയാണ്, നിങ്ങളിനി എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. ആ അലീന എന്ന് പറയുന്ന സാധനം ആ വീട്ടിൽ നിന്ന് പോവാതെ ഞാൻ അങ്ങോട്ടില്ല. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം അവളെ മതിയെന്ന്. ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്നവൾ അവള്. ഇത് കേട്ടതും മനുവിന് തീരെ പിടിച്ചില്ല കേട്ടോ. അപ്പം മനു ചോദിക്കുന്നുണ്ട്, ചിരിച്ചുകൊണ്ട് അലീന ആരുടെ കഴുത്താണ് എൻ്റെ അർത്ഥത്? ഒന്ന് കേൾക്കട്ടെ. അപ്പം വൈജയന്തി പറയുന്നുണ്ട്, ഓ നീ പിന്നെ പണ്ടേ അവളുടെ ആളാണല്ലോ. എന്നോട് കമലാടത്തി എല്ലാം പറഞ്ഞു, നീ അവളെ കെട്ടാൻ മുട്ടി നിൽക്കുവാന്ന്. നിനക്കെന്നാടാ, നാട്ടിൽ വേറെ പെമ്പിള്ളേരില്ലാഞ്ഞിട്ടാണോ ആ ഒരു വേലക്കാരിയെ? അന്നേ ഞാൻ പറഞ്ഞതാ അവളെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലെന്ന്. എൻ്റെ വാക്ക് ആര് കേൾക്കാൻ? ഇപ്പം എന്തായി? 2 കുടുംബം കുട്ടിച്ചോറാക്കി അവള്. ഇത് കേട്ടതും മനുവിന് ദേഷ്യം വന്നു കേട്ടോ. ദേ ആൻറ്റി, വേണ്ടാത്തത് പറയരുത്. ആൻറ്റിക്ക് അലീനെ കണ്ണെടുത്താൽ കണ്ടുകൂടാന്ന് എനിക്കറിയാം. എന്ന് കരുതി അവൾ മോശക്കാരിയാണെന്നാണോ? എനിക്ക് അവളെ ഇഷ്ടമാണ്. എന്താ, എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടൂടെ? ഇനി അവൾ വേലക്കാരിയായി പോയതാണോ ആൻറ്റിയുടെ പ്രശ്നം? ഞാൻ അവളെ കെട്ടുന്നതോടുകൂടി അതങ്ങ് മാറിക്കിട്ടുമല്ലോ. പിന്നെ അവള് ഈ കൊല്ലപ്പള്ളിയിലെ മരുമോളല്ലേ. ഇത് കേട്ടതും വൈജയന്തിക്ക് ദേഷ്യം സഹിക്കാൻ വയ്യാട്ടോ. ആയിക്കോടാ, എന്താന്ന് വെച്ചാൽ ആയിക്കോ. അല്ലെങ്കിലും നീയും ബാലേന്ദ്രനൊക്കെ ഒരു കണക്കാ. നിനക്ക് തോന്നിയതുപോലെ ജീവിച്ചു. നിങ്ങളെന്നും ഉപദേശിച്ച് നേരെയാക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. കുടം കമഴ്ത്തി വെള്ളം ഒഴിക്കുന്നതിന് തുല്യം അത്. അപ്പം മനു പറയുന്നുണ്ട്, അത് ഞങ്ങൾക്കും അറിയാം ആൻറ്റിയോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന്. നിങ്ങൾ വെറുതെ ആൻറ്റിയോട് സംസാരിച്ച് നേരം കളയണ്ട. ആൻറ്റിയുടെ തലക്കകത്തോട്ട് ഇതൊന്നും കയറത്തില്ല. അങ്ങനെ പറഞ്ഞ് മനു അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അലീനയാണെങ്കിൽ മുത്തശ്ശിയുടെ റൂമിൽ തന്നെ നിൽപ്പുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ നല്ല ഉറക്കമായിരുന്നു. പെട്ടെന്ന് മുത്തശ്ശി എന്നുള്ളൊരു വിളി കേട്ട് മുത്തശ്ശി കണ്ണ് തുറന്ന് നോക്കാണ് കേട്ടോ. അലീനെ കണ്ടതും മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷമായി. എടി മോളെ, നീ എങ്ങനെ വന്നു? നിന്നെ ആരെങ്ങോട്ട് കൊണ്ടുവന്നേ? മനു ആണോ? അപ്പം അലീന പറയുന്നുണ്ട്, അല്ല, ഞങ്ങൾ 4 പേരും കൂടി കാർ എടുത്തുകൊണ്ട് പോന്നു. മാഡം ഞങ്ങളോടൊന്നും പറയാതെയല്ലേ ഇങ്ങോട്ട് പോകുന്നത്. മാഡത്തെയും കൊണ്ടേ ഞങ്ങൾ ഇനി തിരിച്ചു പോകുന്നുള്ളൂ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അത് നടക്കും തോന്നുന്നില്ല കുഞ്ഞെ. അവളെ തിരുത്താൻ ആരെക്കൊണ്ടും പറ്റില്ല. അപ്പം അലീന പറയുന്നുണ്ട്, അത് ഞങ്ങൾക്കും അറിയാം. എന്നാലും ഒരു ശ്രമം നടത്തി നോക്കാമെന്ന് വെച്ചിട്ടാ. പിന്നെ മുത്തശ്ശിക്കൊരു കാര്യം അറിയോ? ഇപ്പം രോഹിത്തും ബബിതയും എൻ്റെ സൈഡാ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അത് പിന്നെ അങ്ങനെയല്ലേ വരത്തുള്ളൂ. അതിനാണല്ലോ നീ വന്നത് തന്നെ. ആ പല്ലിനെ ചോദിക്കുന്നുണ്ട്, അതെന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞേ? അപ്പം മുത്തശ്ശി ഒന്ന് പതറുന്നുണ്ട്. അല്ല, അത് പിന്നെ നീ വിചാരിച്ച ആരെ തിരുത്താൻ പറ്റാത്തത്? അതിനുള്ള കഴിവ് നിനക്കുണ്ട്. നിന്നെങ്ങനെ കാണാൻ പറ്റുന്നത് ഞാൻ വിചാരിച്ചതല്ല. എനിക്കൊരുപാട് സന്തോഷമായി. മുത്തശ്ശിക്ക് അറിയാട്ടോ അലീന മുത്തശ്ശിയുടെ കൊച്ചുമോളാണെന്ന്. പക്ഷേ അത് തുറന്ന് സമ്മതിക്കാൻ പറ്റത്തില്ലല്ലോ. അലീനോടുള്ള സ്നേഹവും അവളോട് വൈജയന്തിക്കുള്ള ദേഷ്യത്തിലുള്ള സങ്കടവും എല്ലാം കൂടി മുത്തശ്ശിയുടെ കണ്ണ് നിറയാൻ തുടങ്ങിയിട്ടോ. മുത്തശ്ശിയുടെ കണ്ണ് നിറയുന്നത് കണ്ട് അലീന ചോദിക്കുന്നുണ്ട്, ഇതെന്താ മുത്തശ്ശി, കരയാണോ? അല്ലടി കുഞ്ഞെ, നിന്നെ കണ്ടതിലുള്ള സന്തോഷം. നിന്നെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. നീ എന്നോട് പൊറുക്കില്ലടി. അപ്പം അലീന ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? മുത്തശ്ശിയോട് എനിക്ക് ഒരു വിരോധമില്ല. ഇതെൻ്റെ മുത്തശ്ശിയല്ലേ, എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ ശിവശങ്കരനും കമലയും പുറത്തുനിന്ന് വരുന്നുണ്ട് കേട്ടോ. ഇവരെല്ലാവരും ഒരുമിച്ച് കണ്ടപ്പോൾ ശിവശങ്കരനും കമലയും ഒന്നും ഞെട്ടുന്നുണ്ട്. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, ഞങ്ങൾ അമ്മയെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാ. ആരോടും പറയാതെയാ അമ്മ ഇങ്ങോട്ട് പോകുന്നത്. അമ്മയെ അങ്ങനെ വെറുതെ വിടാൻ ഞങ്ങളും ഉദ്ദേശിച്ചിട്ടില്ല. അപ്പം കമല പറയുന്നുണ്ട്, അത് നടക്കും തോന്നുന്നില്ല രോഹിത്തെ. വൈജ തീരുമാനിച്ചതാ. അവളിനി അങ്ങോട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വരത്തില്ല. ഇനി തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ബാലേന്ദ്രൻ വന്ന് വൈജയന്തിയുടെ കാല് പിടിക്കേണ്ടി വരും. അപ്പം ബബിത പറയുന്നുണ്ട്, അങ്ങനെ അച്ഛൻ വന്ന് അമ്മയുടെ കാലൊന്നും പിടിക്കത്തില്ല. എന്തായാലും അമ്മയും കൊണ്ടേ ഞങ്ങൾ പോകത്തുള്ളൂ. ഞങ്ങൾ ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് വന്നേക്കുന്നത്. അമ്മ എത്ര ദിവസം ഇവിടെ നിൽക്കുന്നോ ഞങ്ങളും നിൽക്കും. ഇത് കേട്ടതും കമല ഞെട്ടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ശിവശങ്കരനെ നോക്കുന്നുണ്ട്. ശിവശങ്കറിൻ്റെ കാര്യം മനസ്സിലായി. ഏതായാലും നിങ്ങൾ വന്ന് കയറിയല്ലോ, നമുക്കിതിനെ പറ്റി കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം. അങ്ങനെ പറഞ്ഞ് ശിവശങ്കരനും കമലയും മുകളിലോട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിള്ളേരെല്ലാം അവരുടെ സാധനങ്ങൾ മുറിയിലേക്ക് വെക്കാൻ പോയി. അവസാനം മനു അലീനി മാത്രമായി. മനു ആണെങ്കിൽ ഒന്നും മിണ്ടാതെ പരിഭവിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പം അലീനെ ചോദിക്കുന്നുണ്ട്, എന്താ മനുവേട്ടനൊന്നും മിണ്ടാത്തെ? സാധാരണ ഇങ്ങനെയല്ലല്ലോ പതിവ്. അപ്പം മനു പറയുന്നുണ്ട്, ഓ ഞാൻ എന്നാ പറയാനാ, അല്ലെങ്കിലും നമ്മളെയൊക്കെ ആര് ശ്രദ്ധിക്കുന്നു? അപ്പം അലീനെ ചോദിക്കുന്നുണ്ട്, എന്താ മനുവേട്ടനൊരു പരിഭവം പോലെ? അപ്പം മനു പറയുന്നുണ്ട്, അച്ഛനോടൊരു കാര്യം പറഞ്ഞു, നീ കടപ്പാട്ടൂരിന്ന് പോവാണെന്ന്. എന്നിട്ട് ഇതുവരെ എന്നോടൊരു വാക്ക് ചോദിച്ചില്ല, പറഞ്ഞതുമില്ല. അതെന്താ, ഞാൻ അത്രയ്ക്ക് അന്യനായി പോയോ? എനിക്ക് നിന്റെ മനസ്സിൽ ഒരു സ്ഥാനമില്ലേ? ആ പല്ലീനെ പറയുന്നുണ്ട്, ഞാനിത് മുന്നേ മനുവേട്ടനോട് പറഞ്ഞതല്ലേ. ഇന്നോ നാളെയോ ഞാൻ ഇവിടുന്ന് പോയേക്കും. അതുകൊണ്ടൊക്കെ തന്നെയാണ് മനുവേട്ടന് ഞാനൊരു ഉറപ്പും തരാത്തത്. അപ്പം മനു പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ പിന്മാറുന്നാണോ നിന്റെ വിചാരം? എന്നാൽ നിനക്ക് തെറ്റി. ഞാനൊരാളെ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ മാത്രമായിരിക്കും. അതിന് നീ എന്തൊക്കെ ഒഴിവുകൾ പറഞ്ഞാലും
ഞാൻ അതിൽ നിന്ന് പിന്മാറില്ല. ഇത് കേട്ട് അലീന ആകെ ഞെട്ടി നിൽക്കാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നാളെ സംഭവിക്കാൻ പോകുന്നത്. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്